ഗൈസ്, നിങ്ങളിപ്പോൾ ഇട്ടിരിക്കുന്ന ഗോൾഡ് ചെയിൻ ഓർ സിൽവർ റിംഗ് നേരത്തെ ഒരു സ്റ്റാറിൻ്റെ ഭാഗമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇൻഫാക്ട് നമ്മുടെ ശരീരത്തിലെ ഓരോ ആറ്റംസും ഓരോ സ്റ്റാറിൻ്റെ ഭാഗമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എങ്കിൽ നിങ്ങളിത് വിശ്വസിക്കണം. എന്തുകൊണ്ട്? ഗോൾഡ് ചെയിനെന്നോ സിൽവർ റിംഗെന്നോ മാത്രമല്ല, നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ മുതൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലെ ഹൈഡ്രജൻ വരെ, അങ്ങനെ എല്ലാ എലമെൻസും ഒരു സ്റ്റാറിൻ്റെ ഭാഗമായിരുന്നു. ഗൈസ്, നമ്മുടെ ഈ യൂണിവേഴ്സിൽ ഏകദേശം 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ബിഗ് ബാങ്ങിൻ്റെ സമയത്ത് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഉണ്ടാകാൻ തുടങ്ങിയിരുന്നു. ഇതിൽ തന്നെ പ്രോട്ടോൺസ് ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നു. പിന്നീട് പ്രോട്ടോണും ന്യൂട്രോണും കമ്പൈൻ ചെയ്ത് ഹീലിയവും ഉണ്ടാകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഹൈഡ്രജൻ ന്യൂക്ലിയസിൻ്റെ ക്ലൗഡ്സും ഡസ്റ്റും അടുത്തടുത്ത് വന്ന് കോറിൽ വലിയ ടെമ്പറേച്ചർ കൂടിയ ഒരു സ്റ്റാറിനെ ഉണ്ടാക്കുന്നു. ഹൈ ടെമ്പറേച്ചർ കാരണം 2 ഹൈഡ്രജൻ ന്യൂക്ലിയസ് ചേർന്ന് ഒരു ഹീലിയം ആറ്റമായി മാറുന്നു. അങ്ങനെ ഹീലിയം വീണ്ടും ഹൈ ടെമ്പറേച്ചർ കാരണം ഫ്യൂസ് ചെയ്ത് കാർബൺ, നൈട്രജൻ, ഓക്സിജൻ എന്നിവ ഉണ്ടാക്കുന്നു. എന്നാൽ ഈ ഒരു പ്രോസസ് അയൺ വരെ മാത്രം നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഹൈ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺസ് ഉള്ള അയണിനെ ഇനി മറ്റൊരു മൂലകമാക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ആ സ്റ്റാർ സ്വന്തം ഗ്രാവിറ്റിയിൽ കംപ്രസ് ചെയ്ത് സൂപ്പർനോവ എക്സ്പ്ലോഷൻ നടക്കുന്നു. അതിനുശേഷം ഈ അയണിൽ കുറേ ന്യൂട്രോൺസ് വന്ന് ഹിറ്റ് ചെയ്യുന്നു. ഇതിൽ കുറച്ച് ന്യൂട്രോൺസ് ഒക്കെ പിന്നീട് പ്രോട്ടോണായി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ഇതിനു മുമ്പുള്ള അയൺ ഇപ്പോൾ ഗോൾഡോ സിൽവറോ മറ്റേതോ വലിയ എലമെന്റുകളാണ്. ആൻഡ് ഈ ഗോൾഡോ സിൽവറോ അല്ല നിങ്ങൾ ഇപ്പോൾ ധരിച്ചിരിക്കുന്നത്.